അതായത് 0 to 1 ഇയറിലാണ് നമ്മുടെ ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് എന്ന് പറയുന്ന സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. അപ്പൊ നമുക്കറിയാലേ, ഓപ്പറേഷൻ കോണ്ടന്റ് ആൻഡ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പേരാണ് JP ഗിൽഫോർഡ്. ഒരു റിസർച്ചറിന് ലീഗൽ ലിറ്ററസിയുടെ എഫക്റ്റ് സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റിൽ എങ്ങനെയാണെന്ന് പഠിക്കണം. ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ കാവ്യ. അപ്പോൾ നമുക്കറിയാം, ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാംസ് എടുത്താലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് പോകുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് റീസെൻ്റ്ലി നടന്ന സെറ്റ് എക്സാമിൻ്റെ കുറച്ച് PYQs അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ: ദ സ്റ്റേജ് ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് ദാറ്റ് ടേക്സ് പ്ലേസ് ഡ്യൂറിങ് യങ് അഡൾട്ട്ഹുഡ് അക്കോർഡിംഗ് ടു എറിക്സൺസ് തിയറി. അപ്പോൾ എറിക്സന്റെ തിയറി നമുക്ക് എല്ലാവർക്കും അറിയാലേ, സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് ആണ്. ആ തിയറി പ്രകാരം യങ് അഡൾട്ട്ഹുഡിൽ നടക്കുന്ന സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്, ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ, ഈഗോ ഇന്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പയർ, ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ. അപ്പൊ ഇൻ ടോട്ടൽ 8 സ്റ്റേജസ് ആണ് എറിക്സൺ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ അതിൽ ഏതാണ് യങ് അഡൾട്ട്ഹുഡിൽ നടക്കുന്ന സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ ഡി, ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ ആണല്ലേ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഏതൊക്കെയാണ് 8 സൈക്കോ സോഷ്യൽ സ്റ്റേജസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്, ഓട്ടോണോമി വേഴ്സസ് ഷെയിം ആൻഡ് ഔട്ട്, ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട്, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി, ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ, ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ, ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ, ഈഗോ ഇന്റഗ്രിറ്റി വേഴ്സസ് ഡിസ്പെയർ. ഇതൊക്കെയാണ് 8 സ്റ്റേജസ്. ഈ 8 സ്റ്റേജസും കടന്നു പോകുന്നത് പല പല ഏജ് ഗ്രൂപ്പിലൂടെയാണ് അല്ലെങ്കിൽ കാലഘട്ടത്തിലൂടെയാണ്. ഇൻഫൻസി അതായത് 0 to 1 ഇയറിലാണ് നമ്മുടെ ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് എന്ന് പറയുന്ന സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. ഏർലി ചൈൽഡ്ഹുഡിലാണ് ഓട്ടോണോമി വേഴ്സസ് ഷെയിം ആൻഡ് ഔട്ട്. പ്ലേ ഏജ് അതായത് 3 to 6 ഇയേഴ്സിലാണ് ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട് നടക്കുന്നത്. സ്കൂൾ ഏജ് ആയ 7 to 11 ഇയേഴ്സിൽ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. അഡോളസൻസ് അതായത് യങ് അഡൾട്ട്ഹുഡിൽ അഡോളസൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? കൗമാരക്കാർ 12 to 18 ഇയേഴ്സ് ആണ്. ആ ഒരു ഏജ് ഗ്രൂപ്പിലാണ് ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ നടക്കുന്നത്. ഇനി ഏർലി അഡൾട്ട്ഹുഡ് അല്ലെങ്കിൽ യങ് അഡൾട്ട്ഹുഡ് ആയ അല്ലെങ്കിൽ ആ ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? 19 to 29 ഇയേഴ്സ് ആണ്. അതിൽ സംഭവിക്കുന്നത് എന്താണ്? ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ ആണ്. ഇനി മിഡിൽ ഏജ് എന്ന് പറയുന്നത് 30 to 64 ഇയേഴ്സ് ആണ്. ആ ഒരു ഏജിൽ സംഭവിക്കുന്ന സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ ആണ്. ഓൾഡ് ഏജ് അതായത് റിട്ടയർമെന്റിന് ശേഷമുള്ള ഏജ് എന്ന് പറയുന്നത് എത്രയാണ്? 65 ഓൺവേർഡ്സ് ആണ്. ആ ഒരു സമയത്ത് നടക്കുന്ന സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇന്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പയർ ആണ്. ഇങ്ങനെയാണ് 8 സ്റ്റേജസ് എറിക്സൺ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളത്. ഓരോ കാലഘട്ടത്തിലും അതായത് നമ്മൾ ഓരോ പ്രായത്തിലൂടെ കടന്നു പോകുമ്പോഴും നമുക്കൊരു സൈക്കോ സോഷ്യൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. ആ ഒരു സൈക്കോ സോഷ്യൽ കോൺഫ്ലിക്റ്റ് നമ്മൾ എഫക്റ്റീവ്ലി ഡീൽ ചെയ്യുകയാണെങ്കിൽ എന്താണ്? നമുക്ക് ചില വേർച്യൂസ് കിട്ടും. ഏതൊക്കെയാണ് ആ വേർച്യൂസ്? ഹോപ്പ്, വിൽ, പർപ്പസ്, കോമ്പീറ്റൻസ്, ഫിഡിലിറ്റി, ലവ്, കെയർ ആൻഡ് വിസ്ഡം. ഇതാണ് 8 virtues associated with 8 stages of psychosocial development. അപ്പോൾ യങ് അഡൾട്ട്ഹുഡിൽ നടക്കുന്ന സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് ഏതാണ്? ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ. ഇതുപോലെ ഓരോ ഏജ് ഗ്രൂപ്പും തന്നിട്ട് ഇന്ന ഏജ് ഗ്രൂപ്പിൽ നടക്കുന്ന സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സൈക്കോ സോഷ്യൽ കോൺഫ്ലിക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: The school of psychology which prefers human needs in all aspect. അതായത് ഏത് സ്കൂൾ ഓഫ് സൈക്കോളജി ആണ് ഹ്യൂമൻ നീഡ്സിന് പ്രിഫറൻസ് കൊടുക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: ബിഹേവിയറിസം, സൈക്കോ ആക്റ്റീവ്, ഹ്യൂമനിസം, സൈക്കോ അനാലിസിസ്. എന്താണ്? ഹ്യൂമൻ നീഡ്സിന് ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹ്യൂമൻ നീഡ്സിന് പ്രിഫറൻസ് കൊടുക്കുന്ന ഏത് സ്കൂൾ ഓഫ് തോട്ട് ആണ്? നമുക്കറിയാം ഹ്യൂമനിസം ആണല്ലേ. ഹ്യൂമനിസം ആണ് ഹ്യൂമൻ നീഡ്സിന് എംഫസൈസ് ചെയ്യുന്നത്. മറ്റു ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ എന്താണ്? ബിഹേവിയറിസം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എങ്ങനെ നമ്മുടെ ചുറ്റിനുമുള്ള എൻവയോൺമെന്റ് ആയിട്ട് ഇടപഴകുന്നു, അതിന്റെ കോൺസിക്വൻസ് നമുക്ക് ഒബ്സർവ് ചെയ്യാനും മെഷർ ചെയ്യാനും പറ്റുന്ന കാര്യങ്ങളെ മാത്രമാണ് ബിഹേവിയറിസം ഫോക്കസ് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി എന്താണ്? സൈക്കോ അനാലിസിസ്. നമുക്കറിയാലേ, ഫ്രോയിഡിന്റെ തിയറിയാണ് സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത്. സൈക്കോ അനാലിസിസിൽ എന്താണ്? കൂടുതൽ നമ്മുടെ അൺകോൺഷ്യസ് തോട്ട്, അൺകോൺഷ്യസ് ഡിസയേഴ്സ്, അത് കൂടാണ്ട് തന്നെ നമ്മുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസ്, അതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും സൈക്കോ അനാലിസിസിൽ വന്നത്. ബിഹേവിയറിസത്തിൽ വരുന്ന സൈക്കോളജിസ്റ്റ് ആരൊക്കെയാണ്? ജോൺ ബി വാട്സൺ, ഇവാൻ പാവ്ലോവ്, പിന്നെ ആരാണ്? ആൽബർട്ട് ബന്ദൂര. ഇതൊക്കെയാണ് ബിഹേവിയറിസത്തിൽ വരുന്നത്. സൈക്കോ അനാലിസിസിൽ വരുന്നത് ആരൊക്കെയാണ്? മെയിനായിട്ടും സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. Next, a psychological theory that states that a person's personality is determined by a set of stable characteristics that are consistent over time.
ഏത് സൈക്കോളജിക്കൽ തിയറിയാണ് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു വാക്യത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ഡെഫിനിഷനിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അതായത് പേഴ്സണാലിറ്റി ഈസ് ഡിറ്റർമൈൻഡ് ബൈ എ സെറ്റ് ഓഫ് സ്റ്റേബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ആർ കൺസിസ്റ്റന്റ് ഓവർ ടൈം. അപ്പൊ നമുക്കറിയാം, നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്, ട്രേറ്റ് എന്ന് പറഞ്ഞൊരു വാക്ക് പഠിച്ചിട്ടുണ്ടല്ലേ. ട്രേറ്റിന്റെ ഡെഫിനിഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എ സെറ്റ് ഓഫ് സ്റ്റേബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ആർ കൺസിസ്റ്റന്റ് ഓവർ ടൈം എന്ന് പറയുന്നത് എന്താണ്? ട്രേറ്റ് ആണ്. അപ്പൊ ട്രേറ്റ് എന്ന് പറയുന്നത് ഏത് തിയറിയാണ്? ട്രേറ്റ് അപ്രോച്ച് ആണല്ലേ. ട്രേറ്റ് അപ്രോച്ചിനെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഏത് സൈക്കോളജിക്കൽ തിയറിയാണ്? ട്രേറ്റ് അപ്രോച്ച് ആണ് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റീനെ ഒരു സെറ്റ് ഓഫ് സ്റ്റേബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്ന് പറയുന്നത്. മറ്റു ഓപ്ഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ച്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്? നമ്മുടെ അൺകോൺഷ്യസ് ഡിസയേഴ്സ്, ഡ്രൈവ്, ആ ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ച് ഫോക്കസ് ചെയ്യുന്നത്. ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് ട്രേറ്റിനെയാണ് നമ്മൾ ടൈപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ടൈപ്പ് എ പേഴ്സണാലിറ്റി, ബി പേഴ്സണാലിറ്റി, അതൊക്കെയാണ് ടൈപ്പ് അപ്രോച്ചിൽ വരുന്നത്. ഹ്യൂമനിസ്റ്റിക്കിൽ എന്തായിരിക്കും വരിക? നമ്മുടെ മനുഷ്യന്മാർ അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സ് ആർ ഇന്നേറ്റ്ലി ഗുഡ്, അവരുടെ ആ ഒരു സെൽഫ് ആക്ച്വലേഷനിലേക്ക് സ്ട്രൈവ് ചെയ്യുക എന്നുള്ള കോൺസെപ്റ്റുകളൊക്കെ ആയിരിക്കും ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൽ പറയുക. ഓക്കെ, അപ്പൊ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ് വരിക. The psychological theory of intelligence which describes human intelligence as a combination of operation, contents and product. ഏത് സൈക്കോളജിക്കൽ തിയറി ആണ് ഇന്റലിജൻസിനെ ഓപ്പറേഷൻ, കണ്ടന്റ് ആൻഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ 3 കാര്യത്തിന്റെ കോമ്പിനേഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്? എന്തൊക്കെയാണ് ഓപ്ഷൻസ്? ദ സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് മോഡൽ, സ്പിയർമാൻസ് തിയറി, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി, തേഴ്സ്റ്റൺസ് ഇന്റലിജൻസ് തിയറി. അപ്പൊ നമുക്കറിയാലേ, ഓപ്പറേഷൻ, കോണ്ടന്റ് ആൻഡ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ, ഓപ്പറേഷൻ, കണ്ടന്റ് ആൻഡ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പേരാണ് JP ഗിൽഫോർഡ്. JP ഗിൽഫോർഡിന്റെ തിയറിയാണ് SOI മോഡൽ അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് മോഡൽ ആണ്. സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് മോഡൽ പ്രകാരം എന്താണ്? ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഓപ്പറേഷൻസിന്റെയും കണ്ടന്റിന്റെയും പ്രൊഡക്റ്റിന്റെയും ഒരു കോമ്പിനേഷൻ ആണ്. ഈ 3 ഫാക്ടേഴ്സും ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ഇന്റലിജൻസ് നമുക്ക് അറിയാനായിട്ട് പറ്റുക. അല്ലെങ്കിൽ അതിനെയാണ് ഇന്റലിജൻസ് എന്ന് വിശേഷിപ്പിച്ചത്. ഇനി മറ്റു ഓപ്ഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? സ്പിയർമാന്റെ തിയറി, സ്പിയർമാൻസ് തിയറി. സ്പിയർമാന്റെ തിയറി ഭയങ്കര കോമൺ ആയിട്ടുള്ള തിയറിയാണ്, നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്. സൈക്കോളജി കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന, അല്ലെങ്കിൽ ഈസിലി നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു തിയറി ആണല്ലേ. സ്പിയർമാന്റെ തിയറി എന്താണ്? സ്പിയർമാൻസ് 2 ഫാക്ടർ തിയറി. 2 ഫാക്ടേഴ്സിനെ കുറിച്ചിട്ടാണ് സ്പിയർമാൻ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് G ഫാക്ടറും മറ്റേത് S ഫാക്ടറും. അപ്പൊ ഇന്റലിജൻസ് എന്ന് പറയുന്നത് 2 ഫാക്ടർ ആണ്. G ഫാക്ടർ, അതായത് ജനറൽ ഫാക്ടർ ഉണ്ട്, പിന്നെ ഒരു സ്പെസിഫിക് ഫാക്ടർ ഉണ്ട്. അതാണ് സ്പിയർമാന്റെ തിയറി എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി പറയുന്നത് എന്താണ്? ഇന്റലിജൻസ് പറയുന്നത് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് മൾട്ടിപ്പിൾ ഫാക്ടർ ഇന്റലിജൻസ് തിയറി പറയുന്നത്. ആരാണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി പ്രപ്പോസ് ചെയ്തത്? ഹോവർഡ് ഗാർണറിന്റെ ആണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി എന്ന് പറയുന്നത്. ഇൻ ടോട്ടൽ 9 മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആണ് ഗാർഡനർ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് ഓപ്ഷൻ എന്താണ്? തേഴ്സ്റ്റൺസ് ഇന്റലിജൻസ് തിയറി. തേഴ്സ്റ്റന്റെ തിയറി എന്ന് പറയുന്നത് എന്താണ്? പ്രൈമറി മെന്റൽ എബിലിറ്റീസ് എന്നാണ് ആ തിയറി അറിയപ്പെടുന്നത്. അപ്പോൾ ലൂയി ലിയോ തേഴ്സ്റ്റൺ ഇൻ ടോട്ടൽ 7 പ്രൈമറി മെന്റൽ എബിലിറ്റീസ് ആണ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓപ്പറേഷൻ, കണ്ടന്റ് ആൻഡ് പ്രൊഡക്ട്സിന്റെ കോമ്പിനേഷൻ, ഇന്റലിജൻസിനെ ഇതിന്റെ 3ന്റെയും കോമ്പിനേഷൻ ആയിട്ട് പറയുന്ന തിയറി ഏതാണ്? SOI മോഡലാണ്. Which of the following is an example of phonological development in children? കുട്ടികളിലെ ഫോണോളജിക്കൽ ഡെവലപ്മെന്റ് എക്സാമ്പിൾ ആയിട്ട് കാണാൻ പറ്റുന്ന സെന്റൻസ് ഏതാണ്, അല്ലെങ്കിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് യൂസിങ് കറക്റ്റ് വേർഡ് ഓർഡർ, ഡെവലപ്പിംഗ് എ വൊക്കാബുലറി ഓഫ് വേർഡ്സ് ആൻഡ് മീനിങ്സ്, അക്വയറിംഗ് ആൻഡ് പ്രൊഡ്യൂസിംഗ് സ്പീച്ച് സൗണ്ട്സ് കറക്റ്റ്ലി, യൂസിങ് ലാംഗ്വേജ് അപ്രോപ്രിയേറ്റ്ലി ഇൻ സോഷ്യൽ സിറ്റുവേഷൻ. ഇപ്പോൾ ഫോണോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അത് വാക്കിന്റെ സൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് സ്പീച്ച് സൗണ്ടിനെ കുറിച്ചാണ് ഫോണോളജി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഡീൽ ചെയ്യുന്നത്. അപ്പൊ തന്നെ നമുക്ക് ഈസിലി ആൻസർ കിട്ടും. എന്താണ്? ഓപ്ഷൻ സി, അക്വയറിംഗ് ആൻഡ് പ്രൊഡ്യൂസിങ് സ്പീച്ച് സൗണ്ട്സ് കറക്റ്റ്ലി. അതാണ് ഒരു കുട്ടിയിലെ ഫോണോളജിക്കൽ ഡെവലപ്മെന്റ് എക്സാമ്പിൾ ആയിട്ട് ഈ ഓപ്ഷൻസിൽ നിന്നും നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. എന്താണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ നമുക്കറിയാം, ലാംഗ്വേജിന് പല പല കമ്പോണൻസ് ഉണ്ട്. ഫോണീംസ്, മോർഫീംസ്, സിൻടാക്സ്, സെമാൻറ്റിക്സ്. അത് ഏതൊക്കെയാണ്? ഫോണോളജി ഉണ്ട്, മോർഫോളജി ഉണ്ട്, സിൻടാക്സ് ഉണ്ട്, സെമാൻറ്റിക്സ് ഉണ്ട്, പ്രാഗ്മാറ്റിക്സ്. ഫോണോളജിയുടെ എക്സാമ്പിൾ നമ്മൾ കണ്ടിരുന്നു. ഇനി മറ്റു ഓപ്ഷൻസ് കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് യൂസിങ് കറക്റ്റ് വേർഡ് ഓർഡർ. അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് യൂസിങ് കറക്റ്റ് വേർഡ് ഓർഡർ എന്ന് പറയുമ്പോൾ അതെന്താണ്? അത് സിൻടാക്സ് ആണ്. ഒരു വേർഡ്സിനെ കറക്റ്റ് അതിന്റെ രീതിക്ക് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് അതിന്റെ ഓർഡറിൽ നമ്മൾ
മനസ്സിലാക്കുക, അത് കൂടാണ്ട് തന്നെ അത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് എന്താണ്? സിൻടാക്സ് ആണ്. ഓപ്ഷൻ ബി എന്താണ്? ഡെവലപ്പിംഗ് എ വൊക്കാബുലറി ഓഫ് വേർഡ്സ് ആൻഡ് മീനിങ്സ്. വേർഡ്സിന്റെ മീനിങ്സിന്റെ വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യുക, അതെന്താണ്? അതിനെ പറയുന്നതാണ് സെമാൻറ്റിക്സ് എന്ന്. സെമാൻറ്റിക്സ് ആണ് ഓപ്ഷൻ ബിയിൽ വരുന്നത്. ഇനി ഡി എന്താണ്? യൂസിങ് ലാംഗ്വേജ് അപ്രോപ്രിയേറ്റ്ലി ഇൻ സോഷ്യൽ സിറ്റുവേഷൻ. ചില സോഷ്യൽ സിറ്റുവേഷനിൽ നമുക്ക് എല്ലായിടത്തും പെരുമാറുന്ന പോലെ നമുക്ക് ചില സോഷ്യൽ സിറ്റുവേഷനിൽ പെരുമാറാനായിട്ട് പറ്റില്ല. അപ്പം നമ്മൾ ഉപയോഗിക്കേണ്ട വാക്കുകൾ, നമ്മൾ ആ ഒരു പ്രൊനൗൺസ് ചെയ്യേണ്ട രീതി അല്ലെങ്കിൽ നമ്മൾ പെരുമാറേണ്ട രീതി അതൊക്കെ വ്യത്യസ്തമായിരിക്കും. അതെന്താണ്? അതിനെ നമ്മൾ പറയുന്നതാണ് പ്രാഗ്മാറ്റിക്സ്. സോഷ്യൽ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ വാക്കിനെ ഉപയോഗിക്കുക, അതാണ് പ്രാഗ്മാറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഇന്റലിജൻസ് റിലേറ്റഡ് ടു പിക്ചർ സ്മാർട്ട്. പിക്ചർ സ്മാർട്ട് എന്ന് പറഞ്ഞൊരു വാക്കായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇന്റലിജൻസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൈനസ്തെറ്റിക് ഇന്റലിജൻസ്, ലോജിക്കൽ ഇന്റലിജൻസ്, വെർബൽ ഇന്റലിജൻസ്, സ്പേഷ്യൽ ഇന്റലിജൻസ്. പിക്ചർ സ്മാർട്ട് എന്ന് പറയുമ്പോൾ അതെന്താണ്? ഒരു വിഷ്വൽ ക്യൂ ആണ്, നമുക്ക് കാണാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. വിഷ്വൽ ക്യൂ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം കൈനസ്തെറ്റിക് ഒരിക്കലും ആവില്ല, ലോജിക്കൽ ആവില്ല, വെർബൽ ആവില്ല. അപ്പൊ എന്തായിരിക്കും? സ്പേഷ്യൽ ഇന്റലിജൻസ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. സ്പേഷ്യൽ ഇന്റലിജൻസ് ആണ് പിക്ചർ സ്മാർട്ട് ആയിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഇന്റലിജൻസ് എന്ന് പറയുന്നത്. Dash is a type of data that is used to categorize variables or items into distinct groups without any inherent order in ranking. അപ്പൊ ഏത് ടൈപ്പ് ഓഫ് ഡാറ്റ വെച്ചിട്ടാണ് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പറ്റുന്നത്? വേരിയബിളിനെ കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പറ്റുന്നത് ഇൻടു ഡിസ്റ്റിങ്ക്ട് ഗ്രൂപ്പ് വിത്തൗട്ട് എനി ഇൻഹെറന്റ് ഓർഡർ ഇൻ റാങ്കിങ്. നമുക്ക് ഓർഡർ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് കാറ്റഗറൈസ് ചെയ്താൽ മാത്രം മതി. എന്തൊക്കെയാണ് ഓപ്ഷൻസ്? നോമിനൽ ഡാറ്റ, റേഷ്യോ ഡാറ്റ, ഇന്റർവൽ ഡാറ്റ, ഓർഡിനൽ ഡാറ്റ. അപ്പൊ നമുക്കറിയാം ജസ്റ്റ് കാറ്റഗറൈസ് ചെയ്താൽ മതി. കാറ്റഗറൈസ് ചെയ്യണമെങ്കിൽ എന്താണ്? നോമിനൽ ഡാറ്റയാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഇപ്പൊ നോമിനൽ ഡാറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ജസ്റ്റ് കാറ്റഗറൈസ് ചെയ്താൽ മതി, അതായത് നമുക്ക് നെയിം ചെയ്താൽ മതി. അപ്പൊ അതിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? മെറൈറ്റൽ സ്റ്റാറ്റസ്, ജെൻഡർ, എത്നിസിറ്റി. ഇതൊന്നും നമുക്ക് ഓർഡർ ചെയ്യാനോ അല്ലെങ്കിൽ ഈക്വൽ ഇന്റർവെൽ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ ജസ്റ്റ് നെയിം ചെയ്യാൻ അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നോമിനൽ ഡാറ്റ നമ്മൾ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തത് എന്താണ്? ഓർഡിനൽ ഡാറ്റ. ഓർഡിനൽ ഡാറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് നെയിം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പറ്റും. അത് കൂടാണ്ട് തന്നെ നമുക്ക് ഓർഡർ ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ റാങ്ക് ചെയ്യാനായിട്ട് പറ്റും. എന്താണ് ഓർഡിനൽ ഡാറ്റയുടെ എക്സാമ്പിൾ? സ്റ്റുഡന്റ് ലെറ്റർ ഗ്രേഡിംഗ് അല്ലെങ്കിൽ സ്റ്റുഡന്റ് ഗ്രേഡിംഗ്. കുട്ടികളെ നമുക്ക് ഗ്രേഡ് കൊടുക്കുക, A, B, C എന്ന് കുട്ടികൾക്ക് ഓരോ റാങ്ക് കൊടുക്കുക. അതെന്താണ്? ഓർഡിനൽ ഡാറ്റയുടെ ഒരു എക്സാമ്പിൾ ആണ്. ഇനി അടുത്തത് ഇന്റർവൽ ഡാറ്റ. ഇന്റർവൽ ഡാറ്റ നോക്കുമ്പോൾ എന്താണ്? നമുക്ക് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പറ്റും, അത് ഓർഡർ ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ റാങ്ക് ചെയ്യാനായിട്ട് പറ്റും. അത് കൂടാണ്ട് തന്നെ അതിന് ഈക്വൽ ഇന്റർവെൽസ് ഉണ്ടാക്കും. അതാണ് ഇന്റർവൽ ഡാറ്റയുടെ പ്രത്യേകത. ഇനി ഒരു എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ എന്താണ്? ടെമ്പറേച്ചർ ഇൻ ഫാരൻഹീറ്റ്, IQ, ഇയർ, ഇതൊക്കെയാണ് നമ്മുടെ ഇന്റർവൽ ഡാറ്റയുടെ എക്സാമ്പിൾ. ഇനി ഇന്റർവൽ ഡാറ്റ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്റർവൽ ഡാറ്റയ്ക്ക് ആർബിട്രറി സീറോ ആണുള്ളത്. ആർബിട്രറി സീറോ എന്ന് പറഞ്ഞാൽ ആബ്സലൂട്ട് സീറോ അല്ല. സീറോ എന്ന് പറഞ്ഞാൽ അത് നത്തിങ് അല്ല. സീറോ എന്ന് പറഞ്ഞാലും അവിടെ എന്തോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ആർബിട്രറി സീറോ എന്ന് പറയുന്നത്. ഇപ്പൊ 0°C എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നുമില്ലാത്ത ശൂന്യതയല്ലല്ലോ, നമുക്കൊരു തണുപ്പ് അനുഭവപ്പെടാനായിട്ട് പറ്റില്ലേ? അപ്പൊ സീറോ എന്ന് പറഞ്ഞാലും അതിനൊരു അർത്ഥമുണ്ട്. അതാണ് നമ്മുടെ ആർബിട്രറി സീറോ എന്ന് പറയുന്നത്. ആർബിട്രറി സീറോ ഉള്ളത് ഇന്റർവൽ സ്കെയിലാണ്. ലാസ്റ്റ് സ്കെയിലാണ് റേഷ്യോ സ്കെയിൽ. റേഷ്യോ സ്കെയിൽ നോക്കുമ്പോൾ എന്താണ്? നമുക്ക് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പറ്റും, റാങ്ക് ചെയ്യാനായിട്ട് പറ്റും, അതിന് ഈക്വൽ ഇന്റർവെൽസും ഉണ്ട്, അത് കൂടാണ്ട് തന്നെ ട്രൂ സീറോയും ഉണ്ട്. എന്തൊക്കെയാണ് റേഷ്യോയുടെ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ഹൈറ്റ്, വെയിറ്റ്, ഏജ്. ഇപ്പോൾ വെയിറ്റ് 0 kg നമുക്ക് പറയാം. 0 kg എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഹൈറ്റ് 0 cm ഒന്നുമില്ല. ഏജ് 0 എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു കാര്യം നമുക്ക് കോംപ്രിഹെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ആബ്സല്യൂട്ട് സീറോ ആണ്. 0 എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതാണ് ആബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്. അപ്പൊ റേഷ്യോ സ്കെയിലാണ് ഈ 4 എലമെന്റ്സും ഉള്ളത്. 4 എലമെന്റ്സ് പറഞ്ഞാൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ നെയിം ചെയ്യാനായിട്ട് പറ്റും, റാങ്ക് ചെയ്യാനായിട്ട് പറ്റും, ഈക്വൽ ഇന്റർവെൽസും ഉണ്ട്, അത് കൂടാണ്ട് തന്നെ ട്രൂ സീറോയും ഉണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If a researcher wants to study the influence of legal literacy on social adjustment of adolescent students, then legal literacy is the dash variable. എന്താണ്? ഒരു റിസർച്ചറിന് ലീഗൽ ലിറ്ററസിയുടെ എഫക്റ്റ് സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റിൽ എങ്ങനെയാണെന്ന് പഠിക്കണം. അഡോളസെന്റ് കുട്ടികളിൽ ലീഗൽ ലിറ്ററസിയുടെ ഇൻഫ്ലുവൻസ് സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റിൽ എങ്ങനെയാണെന്നാണ് പഠിക്കുന്നത്. അപ്പോൾ ലീഗൽ ലിറ്ററസി ഉണ്ട്, സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ഇതിന്റെ എഫക്റ്റ് എങ്ങനെയാണെന്നാണ് പഠിക്കുന്നത്. അപ്പൊ ചോദ്യം എന്താണ്?
ലീഗൽ ലിറ്ററസി ഈസ് ദ ഡാഷ് വേരിയബിൾ. ഈ ഒരു ചോദ്യത്തിൽ ലീഗൽ ലിറ്ററസി എന്ന് പറയുന്നത് എന്ത് വേരിയബിൾ ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം മെയിൻ ആയിട്ട് 2 വേരിയബിൾസ് ആണല്ലോ ഉള്ളത്. ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട്, ഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട്. ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു റിസർച്ചർ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു വേരിയബിൾ, അല്ലെങ്കിൽ റിസർച്ചർ ചേഞ്ച് ചെയ്യുന്ന വേരിയബിൾ, അതിനെയാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഈ ചേഞ്ച് എന്തിലാണ് ഉണ്ടാകുന്നത്? ആ ഒരു വേരിയബിളിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് എത്രത്തോളമാണ് എന്ന് നമ്മൾ മെഷർ ചെയ്യുന്ന വേരിയബിൾ ആണ് നമ്മൾ ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് വിളിക്കുക. അപ്പൊ ഈ ഒരു ചോദ്യത്തിൽ എൽ എന്താണ്? ലീഗൽ ലിറ്ററസി. ലീഗൽ ലിറ്ററസി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണല്ലേ. സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് ഒരു ഡിപെൻഡന്റ് വേരിയബിൾ. അപ്പൊ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോൾ ഓരോ ടോപ്പിക്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ടോപ്പിക്സിൽ നിന്നും എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാമെന്നുള്ള കാര്യം നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. ഇനി അതിൽ കൂടുതൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് CCയുടെ ലാസ്റ്റ് ലാബ് ഈ ഒരു ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. 30 days ക്രാഷ് കോഴ്സ് ആണ്. അപ്പം എന്താണ്, ആ ഒരു അവസാനവട്ട ഒരു പ്രിപ്പറേഷൻ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് CCയോടൊപ്പം ആകാം. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചു എന്ന്, അല്ലെങ്കിൽ പറ്റിയിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്.